നമസ്കാരം. എൻ്റെ നാട്ടിൽ പൂട്ടിപ്പോയൊരു പൊതുവിദ്യാലയത്തെക്കുറിച്ച് ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. അവിടെ ഞാൻ കണ്ട ഒരു ദൃശ്യം ഒരു ട്രോളായിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ എരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണല്ലോ. എരണം കെട്ടവർ നാട് ഭരിച്ചത് കൊണ്ടാണ് കൊറോണ വന്നത്. എരണം കെട്ടവർ ഭരിച്ചാൽ നാട് മുടിയുമെന്നൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു മാധ്യമ അവതാരകയ്ക്ക് ട്രോളാക്കാൻ പറ്റിയൊരു എലമെൻ്റ് അവിടെ കണ്ടു. കാര്യം എൻ്റെ നാട്ടിലെ തന്നെ ഏകദേശം അരനൂറ്റാണ്ട് പഴക്കമുള്ള സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ പൂട്ടിപ്പോയ സന്ദർഭത്തിൽ ആ വാർത്ത എടുക്കാൻ പോയപ്പോൾ ആ സ്കൂളിന്റെ മുന്നിൽ കണ്ടൊരു ദൃശ്യമാണ്. ഇതേ നോക്കി, ആ ഫോട്ടോയിൽ കാണുന്ന ഒരു ഉദ്ഘാടകയുടെ ചിത്രം കണ്ടോ? അതാരാണ്? നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മാധു സജി ഈ അടുത്ത കാലത്ത് ഈ സ്കൂളിൽ ഏകദേശം കൃത്യം പറഞ്ഞാൽ ഡേറ്റ് പ്രകാരമാണെങ്കിൽ 2024 ജൂൺ 21 ഒരു വായനാ മരം എന്നൊരു പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നു 2 വർഷം മുന്നേ. കൃത്യം 2ാമത്തെ വർഷം ആ സ്കൂളിന് പൂട്ട് വീണെങ്കിൽ ഈ എരണം വെച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ എരണമുള്ള രാഷ്ട്രീയത്തിന്റെ അനുഭാവി കൂടിയാണ് മാധു സജി. പലപ്പോഴും UDF വേണ്ടി കോൺഗ്രസിന് വേണ്ടി വായ്ത്താരി ഇടുന്ന വ്യക്തികൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ദൃശ്യം കാണുമ്പോൾ ഈ എരണക്കാരെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഒരിടത്ത് വന്നിട്ട് പോകുമ്പോൾ ആ സ്കൂൾ പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുരളീധരന്റെ വാചകങ്ങൾ പ്രസക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയത്. ഇത് അവരെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ ഇതിനെ മാധു അനുകൂലിച്ചിട്ടുണ്ടോ ഇല്ലയൊന്നും അറിയില്ല. 2024 അന്ന് ആ ഫ്ലെക്സിൽ കാണുന്ന പ്രകാരമാണെങ്കിൽ 2024 അവിടെ വന്നിട്ട് പോയി എന്ന് മനസ്സിലാക്കുന്നു. അന്ന് മാതൃഭൂമിയിലെ ചീഫ് സബ് എഡിറ്റർ ആയിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ്. ഏത് പോസ്റ്റ് ആണെന്ന് അറിയില്ല. എന്തായാലും അവരുടെ എഡിറ്റർമാരുടെ പട്ടികയിൽ വരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെ, അതായത് നമ്മുടെ നാട്ടിലെ ചാനൽ അവതാരകരായിട്ടുള്ളവർ, അവർ ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ പോയി എന്ന് കരുതിക്കൊണ്ട് ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. അവരെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവർ വന്നിട്ടുണ്ട് എന്ന നിലയ്ക്ക് ആ സ്കൂളുകളിലൊന്നും രക്ഷിതാക്കൾ കുട്ടികളെ അയക്കാൻ പോകുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. എന്തായാലും ആ സ്കൂളിന്റെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ആയിരിക്കുമല്ലോ മാധു സജിയെ പോലുള്ളവരെയൊക്കെ കൊണ്ടുവന്നത്. ആ മാർക്കറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നെങ്കിലും മാർക്കറ്റിംഗ് ടാക്ടിക്സ് എല്ലാം തകർന്ന് ആ പൊതുവിദ്യാലയം ഇപ്പോൾ പൂട്ട് വീഴുമ്പോൾ മാധു സജിയെ കൊണ്ടൊരു രക്ഷാപ്രവർത്തനം നടത്താൻ അതിൻ്റെ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിട്ട് പോലും ആ സ്കൂളിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതിന് കുട്ടികളില്ലാത്ത സാഹചര്യത്തിൽ പൂട്ട് വീഴുന്ന സാഹചര്യമുണ്ടായി. ഒരു പൊതുവിദ്യാലയം കൂടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മായ്ക്കപ്പെടുകയാണ്. ആ മായ്ക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആ സ്കൂളിന്റെ മുൻവശത്ത് മാധു സജിയുടെ ഫോട്ടോ ഫ്ലെക്സിൽ അടിച്ചു വെച്ചിരുന്നത് ഒന്ന് ഫെയ്ഡായി കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വ്യക്തിഹത്യ എന്നുള്ള നിലയ്ക്കല്ല, കേവലം ഒരു ട്രോളായി മാത്രം അവതരിപ്പിച്ചത്.